ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായ കേരളത്തിലെ പ്രദേശമേത്? ഉത്തരം മലബാർ. മലബാർ ആണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായ കേരളത്തിലെ പ്രദേശം. പഴശ്ശിരാജയെക്കുറിച്ച് പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കവിത എഴുതിയതാര്? ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരാണ് പഴശ്ശിരാജയെക്കുറിച്ച് പുരളിമലയിലെ പൂമരങ്ങൾ എന്ന കവിത എഴുതിയത്. മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായത് ഏത് ഉടമ്പടി പ്രകാരം? ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായത്. പഴശ്ശിരാജയുടെ പ്രധാന സഹായിയായിരുന്ന കുറിച്യ നേതാവാര്? ഉത്തരം തലയ്ക്കൽ ചന്തു. തലയ്ക്കൽ ചന്തുവാണ് പഴശ്ശിരാജയുടെ പ്രധാന സഹായിയായിരുന്ന കുറിച്യ നേതാവ്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെട്ട നാട്ടുരാജ്യമേത്? ഉത്തരം മൈസൂർ. മൈസൂർ ആണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെട്ട നാട്ടുരാജ്യം. ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്ന് ടിപ്പു സുൽത്താൻ്റെ അധീനതയിൽ ആയിരുന്ന ഏതെല്ലാം പ്രദേശങ്ങളാണ് ഇംഗ്ലീഷുകാർക്ക് ലഭിച്ചത്? ഉത്തരം മലബാർ, കൂർഗ്. മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങളാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയെ തുടർന്ന് ടിപ്പു സുൽത്താൻ്റെ അധീനതയിൽ ആയിരുന്ന ഈ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. പഴശ്ശിരാജ വീരമൃത്യു വരിച്ചതെന്ന്? ഉത്തരം മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് 1805 നവംബർ 30. മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് 1805 നവംബർ 30 പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത്. പഴശ്ശി സമരങ്ങൾ എന്ന കൃതി രചിച്ചതാര്? ഉത്തരം ഡോക്ടർ കെ.എൻ. കുറുപ്പ്. ഡോക്ടർ കെ.എൻ. കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന കൃതി രചിച്ചത്. പഴശ്ശി കലാപകാലത്ത് മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർ ആരായിരുന്നു? ഉത്തരം തോമസ് വാർഡൻ. തോമസ് വാർഡൻ ആയിരുന്നു പഴശ്ശി കലാപകാലത്ത് മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർ. തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി ദളവ വിളംബരം പുറപ്പെടുവിച്ചത് എന്ന്? ഉത്തരം 1809 ജനുവരി 11. 1809 ജനുവരി 11 തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് വേലുത്തമ്പി ദളവ വിളംബരം പുറപ്പെടുവിച്ചത്. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയത് എവിടേക്കാണ്? ഉത്തരം മദിരാശിയിലേക്ക്. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയത് മദിരാശിയിലേക്കാണ്. വയനാട്ടിൽ കുറിച്യ കലാപം ആരംഭിച്ചതെന്ന്? ഉത്തരം 1812. ഇതിൻ്റെ നേതാവ് രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു. 1812 വയനാട്ടിൽ കുറിച്യ കലാപം ആരംഭിച്ചത്. ഇതിൻ്റെ നേതാവ് രാമനമ്പി അഥവാ രാമമൂപ്പൻ ആയിരുന്നു.